മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. പലതരത്തിലുള്ള ഹോർമോൺസ് എങ്ങനെയാണ് ടാർഗറ്റ് സെല്ലിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാക്കുന്നത്, ആ മോഡ് ഓഫ് ആക്ഷനാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ഹോർമോൺസ്. ബ്ലഡിലേക്കാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഈ കെമിക്കൽ മെസ്സഞ്ചേഴ്സിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ വളരെ ബ്രീഫായിട്ട് ഒരു പിക്ചറൽ രൂപത്തിൽ കാണാൻ സാധിക്കും. ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീറ്റിംഗ് സെല്ലാണ്, എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെ ഭാഗമായിട്ടുള്ള സെക്രീറ്റിംഗ് സെല്ലിനെയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത്. അത് ഹോർമോണിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. ബ്ലഡിലൂടെ ഈ ഹോർമോൺ ട്രാവൽ ചെയ്ത് അവസാനം ടാർഗറ്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് സെല്ലിൽ എത്തും. ഈ ടാർഗറ്റ് സെല്ലിൽ എത്തുമ്പോഴേക്കിന് രണ്ട് രീതിയിലാണ് ഹോർമോൺസ് വർക്ക് ചെയ്യുന്നത്. അത് ഹോർമോണിൻ്റെ പ്രത്യേകത അനുസരിച്ചിരിക്കും, ഏത് തരത്തിലുള്ള ഹോർമോണാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ചില ഹോർമോൺസിൻ്റെ പ്രത്യേകത, ദേ ക്യാൻ ഡയറക്ട്ലി ഡിഫ്യൂസ് ഇൻ ടു ദ സൈറ്റോപ്ലാസം ഓഫ് ദ ടാർഗറ്റ് സെൽ. ടാർഗറ്റ് സെല്ലിൻ്റെ പ്ലാസത്തിനകത്തേക്ക് ഡിഫ്യൂസിൻ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അവ അകത്ത് കയറിയിട്ടാണ് പിന്നീട് ആ ടാർഗറ്റ് സെല്ലിനകത്ത് ആ ജീൻ എക്സ്പ്രഷനിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത്. അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാർഗറ്റ് സെല്ലിനകത്തുള്ള ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്ത് ജീൻ എക്സ്പ്രഷൻ നടന്ന് പോളിപെപ്റ്റൈഡ് പ്രോഡക്ട്സ് ഉണ്ടാവും. ഈ പോളിപെപ്റ്റൈഡ് പ്രോഡക്ട്സ് ആ പർട്ടിക്കുലർ ഹോർമോണിൻ്റെ ആക്ഷനെ ക്യാരി ഔട്ട് ചെയ്യും. ഇനി രണ്ടാമത്തെ കാറ്റഗറിയുടെ പ്രത്യേകത, അവയ്ക്ക് ഈ പ്ലാസ്മ മെമ്പറൈനെ ക്രോസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അതായത് ടാർഗറ്റ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിനകത്തേക്ക് ഡിഫ്യൂസിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അവയുടെ കെമിക്കൽ നേച്ചർ എന്ന് പറയുന്നത് റിപ്പല്ലിംഗ് ടൈപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹോർമോൺസിൻ്റെ സിഗ്നലിംഗ് എന്ന് പറയുന്നത് അവയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഈ ടാർഗറ്റ് സെല്ലിൻ്റെ സർഫസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ടാർഗറ്റ് സെല്ലിൻ്റെ സർഫസിലുള്ള റിസപ്റ്റേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇൻറ്റേർണലായിട്ട് ആ ടാർഗറ്റ് സെല്ലിനകത്ത് അതിൻ്റെ സൈറ്റോപ്ലാസ്മിക് ഡൊമൈനിൽ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസം വഴി സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അവസാനം അതിനകത്തുള്ള കൺസേൺഡ് ആയിട്ടുള്ള ജീന് ആക്ടിവേറ്റഡായി ആ ജീന് എക്സ്പ്രസ് ചെയ്ത് പോളിപെപ്റ്റൈഡ് പ്രോഡക്റ്റ് ഉണ്ടാകും. ഈ പോളിപെപ്റ്റൈഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹോർമോണിന് സ്പെസിഫിക് ആണ്. അത് ഹോർമോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻ ക്യാരി ഔട്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഹോർമോൺസ് വർക്ക് ചെയ്യുന്നത്. ഹോർമോൺസിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഹോർമോൺസിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ ഒന്ന് അനലൈസ് ചെയ്യണം. പല ക്രൈറ്റീരിയയെ ബേസ് ചെയ്തിട്ട് ഹോർമോൺസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയയാണ് based on solubility. Based on solubility, hormones are classified into two major categories, lipophilic and lipophobic. അതായത് ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള ഹോർമോൺസ് ആണ് ലിപ്പോഫിലിക് ഹോർമോൺസ് എന്ന് പറയുന്നത്. അവയുടെ പ്രത്യേകത, they can diffuse into the target cell. അതായത് ടാർഗറ്റ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിനകത്തേക്ക് പ്ലാസ്മ മെമ്പറൈൻ ക്രോസ് ചെയ്ത് അവയ്ക്ക് ഡിഫ്യൂസിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ടായിരിക്കും. അതിനുള്ള കാരണം അവ ലിപ്പോഫിലിക് ആണ്. പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറയുന്നത് ലിപ്പിഡ് ബൈലെയർ ആണ്. അപ്പോൾ ലിപ്പിഡ് നേച്ചർ ഉള്ളതുകൊണ്ട് അവയ്ക്ക് ഈസി ആയിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റിറോയിഡ് ഹോർമോൺസ്, അതുപോലെ തന്നെ തൈറോക്സിൻ, ഇതെല്ലാം ലിപ്പോഫിലിക് ഹോർമോൺസ് ആണ്. ഈ രണ്ടാമത്തെ കാറ്റഗറിയാണ് ലിപ്പോഫോബിക് ഹോർമോൺസ്. അതിപ്പോൾ വാട്ടർ സോലുബിൾ ആണ്. ദാറ്റ് മീൻസ് they cannot diffuse into the target cell. ടാർഗറ്റ് സെല്ലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിഫ്യൂസിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ലിപ്പോഫോബിക് ഹോർമോൺസിന് ഉണ്ടാവത്തില്ല. അവയുടെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള ബാക്കിയുള്ള എല്ലാ ഹോർമോൺസും ഈ ലിപ്പോഫോബിക് ഹോർമോൺസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം ലിപ്പോഫിലിക് ഹോർമോൺസിൻ്റെയും ലിപ്പോഫോബിക് ഹോർമോൺസിൻ്റെയും മോഡ് ഓഫ് ആക്ഷൻ ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ലിപ്പോഫിലിക് ഹോർമോൺസ്, അതായത് സ്റ്റിറോയിഡ് ഹോർമോൺ പോലെയുള്ള ഹോർമോൺസിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവയുടെ പ്രത്യേകത നേരത്തെ തന്നെ പറഞ്ഞു, അവയ്ക്ക് ഡയറക്റ്റായിട്ട് പ്ലാസ്മ മെമ്പറൈന് ക്രോസ് ചെയ്ത് ടാർഗറ്റ് സെല്ലിൻ്റെ
ഇൻറ്റീരിയറിലേക്ക് പ്രവേശിക്കാൻ പറ്റും. സ്റ്റിറോയിഡ് ഹോർമോൺസ് ക്യാൻ ഈസിലി പാസ് ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ ടാർഗറ്റ് സെൽ. Then they bind with the receptors, corresponding receptors that resides within the interior of the target cell. ടാർഗറ്റ് സെല്ലിൻ്റെ അകത്തുള്ള റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യും. സൈറ്റോപ്ലാസ്മിക് ഡൊമൈനിലുള്ള റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവും. ഇത് ന്യൂക്ലിയസിൽ എൻ്റർ ചെയ്തിട്ട് അത് കൺസേൺഡ് ആയിട്ടുള്ള ടാർഗറ്റ് സെല്ലിൽ കൺസേൺഡ് ആയിട്ടുള്ള ജീനിനെ ആക്ടിവേറ്റ് ചെയ്യും. ആ ജീനിൻ്റെ എക്സ്പ്രഷൻ പ്രോപ്പറായിട്ട് നടക്കും. അതായത് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ ഇനീഷ്യേറ്റഡ് ആവും. പോളിപെപ്റ്റൈഡ് പ്രോഡക്റ്റ് ഉണ്ടാകും, ആ ജീനിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാവും. ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആണ് ഹോർമോണിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ മെക്കാനിസം നമുക്ക് ഡയഗ്രമാറ്റിക് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റിറോയിഡ് ഹോർമോൺസ് ടാർഗറ്റ് സെല്ലിനെ എൻകൗണ്ടർ ചെയ്യുന്നു. ടാർഗറ്റ് സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിൽ ഡിഫ്യൂസിൻ ചെയ്ത് അതിനെ ക്രോസ് ചെയ്ത് അകത്തേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ ഹോർമോൺ അകത്ത് പ്രവേശിച്ചു. ഇപ്പോൾ ഇവിടെ കാണാം ആ പർട്ടിക്കുലർ ഹോർമോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസപ്റ്റർ പ്രോട്ടീന് സൈറ്റോപ്ലാസ്മിക് ഡൊമൈനിൽ ഉണ്ട് ടാർഗറ്റ് സെല്ലിൻ്റെ. അപ്പോൾ അതുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ റിസപ്റ്റർ പ്രോട്ടീൻ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഇത് ആ പർട്ടിക്കുലർ ടാർഗറ്റ് സെല്ലിൻ്റെ ന്യൂക്ലിയസിലേക്ക് പ്രവേശിച്ച് കൺസേൺഡ് ആയിട്ടുള്ള ജീനിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആ ജീനിൻ്റെ എക്സ്പ്രഷൻ ഇനീഷ്യേറ്റഡ് ആവുന്നു. അതായത് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് പ്രീ mRNA ഉണ്ടാകുന്നു, പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാകുന്നു. പിന്നീട് അത് ആ സ്പ്ലൈസിങ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഫൈനലായിട്ടുള്ള ഫങ്ഷണൽ mRNA സിന്തസൈസ്ഡ് ആവുന്നു. ഈ mRNA ട്രാൻസ്ലേഷന് വിധേയമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഈ പ്രോട്ടീൻ ഈ സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ ക്യാരി ഔട്ട് ചെയ്യും. ഇതാണ് സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ അല്ലെങ്കിൽ ലിപ്പോഫിലിക് ഹോർമോൺസിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി, അതായത് ലിപ്പോഫോബിക് ഹോർമോൺസിൻ്റെ ആക്ഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. എക്സാമ്പിളായിട്ട് ഇവിടെ പെപ്റ്റൈഡ് ഹോർമോൺ ആക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവയുടെ പ്രത്യേകത, ലിപ്പോഫോബിക് ഹോർമോൺസിൻ്റെ പ്രത്യേകത എന്താണ്? ദേ കനോട്ട് ഈസിലി പാസ് ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ ടാർഗറ്റ് സെൽ. അവയ്ക്ക് ലിപ്പിഡ് ബൈലെയറിനെ ക്രോസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഹോർമോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ടാർഗറ്റ് സെല്ലിൻ്റെ സർഫസിൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സർഫസ് റിസപ്റ്റേഴ്സുമായിട്ട് ഇവ ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു റിസപ്റ്റർ ദെൻ ഹോർമോൺ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് ഒരു സൈറ്റോപ്ലാസ്മിക് പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതായത് ഒരു സെക്കൻഡ് മെസ്സഞ്ചർ അവിടെ ആക്ടിവേറ്റഡ് ആകുന്നു. ഈ സൈറ്റോപ്ലാസ്മിക് ഡൊമൈനിൽ ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന പ്രോട്ടീന്, ടാർഗറ്റ് സെല്ലിൻ്റെ അകത്ത് ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന പ്രോട്ടീന് ന്യൂക്ലിയസിലേക്ക് സിഗ്നൽസിനെ ട്രാൻസ്ഡ്യൂസ് ചെയ്യുന്നു. ഇത് ആ ഹോർമോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീനിൻ്റെ എക്സ്പ്രഷൻ ഇനീഷ്യേറ്റഡ് ആകാൻ കാരണമാകും. ദ സിഗ്നൽ ഇൻഡ്യൂസസ് ദ എക്സ്പ്രഷൻ ഓഫ് ദ കൺസേൺഡ് ജീൻ. അതായത് അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ഈ പോളിപെപ്റ്റൈഡ് പ്രോഡക്റ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോർമോണിൻ്റെ ഫങ്ഷൻ ക്യാരി ഔട്ട് ചെയ്യും. ഈ മെക്കാനിസത്തിന് പറയുന്ന പേരാണ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ. ദിസ് ടൈപ്പ് ഓഫ് സിഗ്നലിംഗ് മെക്കാനിസം ഈസ് കോൾഡ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ. അപ്പോൾ ഇവിടെ സർഫസിലുള്ള റിസപ്റ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ആ റിസപ്റ്ററുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ആ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോർമേഷൻ സൈറ്റോപ്ലാസ്മിക് ഡൊമൈനിൽ ഒരു സിഗ്നൽ മോളിക്യൂളിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആ സിഗ്നൽ മോളിക്യൂളാണ് ന്യൂക്ലിയസിലേക്ക് സിഗ്നൽ ട്രാൻസ്ഡ്യൂസ് ചെയ്യുന്നത്, ന്യൂക്ലിയസിലുള്ള ജീനെ ആക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ എക്സ്പ്രഷന് കാരണമാകുന്നത്. അപ്പോൾ ഇതാണ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ മെക്കാനിസം. അപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ മെക്കാനിസത്തെയും ഒരു പിക്ചർ ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഇവിടെ പെപ്റ്റൈഡ് ഹോർമോണിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പെപ്റ്റൈഡ് ഹോർമോണിൻ്റെ ട്രാൻസ്ഡക്ഷൻ മെക്കാനിസമാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസപ്റ്റർ എന്ന് പറയുന്നത്
സർഫസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ടാർഗറ്റ് സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ആ റിസപ്റ്റർ പ്രോട്ടീന് 2 ഡൊമൈനാണ് ഉള്ളത്. ഒരു ട്രാൻസ്മെംബ്രെയിൻ ഡൊമൈനും അതുപോലെ തന്നെ ഒരു സൈറ്റോപ്ലാസ്മിക് ഡൊമൈനും. ആ സൈറ്റോപ്ലാസ്മിക് ഡൊമൈനിലുള്ള ആ പർട്ടിക്കുലർ പോർഷൻ സബ് യൂണിറ്റ് അത് ഹോർമോണും റിസപ്റ്ററും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴേക്കിന് ആക്ടിവേറ്റഡ് ആവും. ആക്റ്റീവ് ആയിട്ടുള്ള ആ സൈറ്റോപ്ലാസ്മിക് സബ് യൂണിറ്റ് ഒരു സിഗ്നൽ മോളിക്യൂളിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ സിഗ്നൽ മോളിക്യൂള് സിഗ്നല് ന്യൂക്ലിയസിലേക്ക് ട്രാൻസ്ഡ്യൂസ് ചെയ്യും. അപ്പോൾ ന്യൂക്ലിയസിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീനിൻ്റെ എക്സ്പ്രഷൻ ഇനീഷ്യേറ്റഡ് ആവും. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഒക്കെ വന്ന് അറ്റാച്ച് ചെയ്ത് അവിടെ RNA പോളിമറൈസ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യും. പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാവും. പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് പിന്നീട് പ്രോസസ്സ് ചെയ്ത് ഫൈനൽ mRNA ഉണ്ടാവും. ഈ mRNA സൈറ്റോപ്ലാസത്തിലേക്ക് ട്രാൻസ്ഫേർഡ് ആവും. അവിടെ വെച്ചിട്ട് ട്രാൻസ്ലേഷൻ നടന്ന് ആ ജീന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് പ്രോഡക്റ്റ് ഉണ്ടാകും. ഈ പോളിപെപ്റ്റൈഡ് പ്രോഡക്റ്റ് നമ്മുടെ പെപ്റ്റൈഡ് ഹോർമോണിൻ്റെ ആക്ഷനെ ക്യാരി ഔട്ട് ചെയ്യും. എന്താണോ അതിൻ്റെ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഈ പോളിപെപ്റ്റൈഡ് പ്രോഡക്റ്റ് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത അല്ലെങ്കിൽ മറ്റേ മെക്കാനിസവുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് മറ്റേത് അകത്തേക്ക് ഡയറക്റ്റായിട്ട് പ്രവേശിച്ച് അകത്തുള്ള റിസപ്റ്ററുമായിട്ടാണ് കോംപ്ലക്സ് ഫോർമേഷൻ നടത്തുന്നത്. ഇതങ്ങനെയല്ല, മെംബ്രെയിനിലുള്ള റിസപ്റ്ററുമായിട്ട് ആണ്, മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ പ്രോട്ടീനുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുമ്പോൾ ടാർഗറ്റ് സെല്ലിൻ്റെ ഇൻറ്റീരിയറിൽ ഒരു സിഗ്നൽ മോളിക്യൂൾ ആക്ടിവേറ്റഡ് ആയിട്ട് അത് അകത്ത് പോയി ന്യൂക്ലിയസിനകത്ത് പോയി ജീനിനെ ആക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ എക്സ്പ്രഷനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മെക്കാനിസത്തിന് പറയുന്ന പേരാണ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ. അപ്പോൾ ലിപ്പോഫിലിക്കും ലിപ്പോഫോബിക്കും ഹോർമോൺസ് വർക്ക് ചെയ്യുന്നത് 2 വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഇനി അടുത്തതാണ് റെഗുലേഷൻ ഓഫ് ഹോർമോൺ പ്രൊഡക്ഷൻ. എങ്ങനെയാണ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ റെഗുലേറ്റഡ് ആകുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ഓഫ് എനർജിയാണ്. അത് ആവശ്യമില്ലാത്ത ഒരു പ്രോസസ്സാണ്. ആവശ്യമുള്ളപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുക, ആവശ്യമില്ലാത്തപ്പോൾ അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം ഇല്ലാതാക്കുക. അങ്ങനെയാണ് ഈ ഹോർമോൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസം റെഗുലേറ്റഡ് ആകുന്നത്. ഈ റെഗുലേഷൻ അച്ചീവ് ചെയ്യുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്ന ഒരു മെക്കാനിസം വഴിയാണ്. ഹോർമോൺ പ്രൊഡക്ഷൻ ആൻഡ് റിലീസ് ആർ പ്രൈമലി കൺട്രോൾഡ് ബൈ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. അതായത് ഒരു പർട്ടിക്കുലർ ഹോർമോണ് ഡെഫിഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ശരീരത്തിൽ ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോർമോണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഹോർമോണൽ ലോ ലെവൽ അത് ഏതാണോ ഗ്ലാൻഡ് കൺസേൺഡ് ആയിട്ടുള്ള ഹോർമോണിനെ ഉണ്ടാക്കുന്നത് ആ ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. അപ്പോൾ ഗ്ലാൻഡ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഹോർമോൺ ഉണ്ടാകുമ്പോഴേക്കിന് ഈ ഹോർമോണിൻ്റെ ലെവൽ തന്നെ തിരിച്ച് ആ പർട്ടിക്കുലർ ഗ്ലാൻഡിൽ നിന്നുള്ള ഹോർമോണിൻ്റെ ഫർദർ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇതിനെയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം എ സ്റ്റിമുലസ് എലിസിറ്റ്സ് ദ റിലീസ് ഓഫ് എ സബ്സ്റ്റൻസ്. Once the substance reaches a certain level, it sends a signal that stops further release of the substance. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ ഒരു പർട്ടിക്കുലർ സ്റ്റിമുലസ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡിൽ നിന്ന് ഒരു ഹോർമോണിൻ്റെ റിലീസിനെ ഇനീഷ്യേറ്റ് ചെയ്യും. അങ്ങനെ ആ പർട്ടിക്കുലർ ഹോർമോണ് ഒരു സർട്ടൺ ലെവൽ, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലെവൽ എത്തിക്കഴിയുമ്പോൾ, പ്രൊഡക്ഷൻ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലെവലിൽ എത്തിക്കഴിയുമ്പോഴേക്കിന് ആ ഹോർമോണിൻ്റെ ലെവൽ തന്നെ അല്ലെങ്കിൽ ഈ ഹോർമോൺ തന്നെ തിരിച്ച് ആ ഗ്ലാൻഡിലേക്ക് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ദാറ്റ് സിഗ്നൽസ് വിൽ സ്റ്റോപ്പ് ഫർദർ റിലീസ് ഓഫ് ദ ഹോർമോൺ ഇറ്റ്സെൽഫ്. ദിസ് ടൈപ്പ് ഓഫ് റെഗുലേഷൻ മെക്കാനിസം ഈസ് കോൾഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. അപ്പോൾ ഈ മെക്കാനിസം വഴി എപ്പോഴും കോൺസെൻട്രേഷൻ, ഹോർമോണിൻ്റെ കോൺസെൻട്രേഷൻ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് റിലീസ്ഡ് ആവുന്ന T4, T3 എന്നീ ഹോർമോൺസ്, അതായത് മെറ്റാബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ് T4ഉം T3യും. അപ്പോൾ ഇതിൻ്റെ ആ പ്രൊഡക്ഷൻ മെക്കാനിസം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ പർട്ടിക്കുലർ ഹോർമോൺസ് റിലീസ്ഡ് ആണെങ്കിൽ ഹൈപ്പോതലാമസ് ആക്ടിവേറ്റഡ് ആണ്. ഹൈപ്പോതലാമസ് ആക്ടിവേറ്റഡ് ആയിട്ട് TRH എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഹോർമോണിനെ റിലീസ് ചെയ്യും. തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഈ TRH ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ ആക്ടിവേറ്റ് ചെയ്ത് ആ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് TSH എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഹോർമോണിനെ റിലീസ് ചെയ്യും. ഇത് ഒരു സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. ഇത് തൈറോയിഡ് ഗ്ലാൻഡിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ TSH തൈറോയിഡ് ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്ത് തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് അതിനകത്തുള്ള രണ്ട് തരത്തിലുള്ള സെക്രീറ്ററി സെൽസ് ആണുള്ളത്, T4 സെൽസും T3 സെൽസും. അപ്പോൾ അതിൽ നിന്ന് T4ഉം T3യും സെക്രീറ്റ് ചെയ്യിപ്പിക്കും. അതിൻ്റെ അർത്ഥം ഫൈനലായിട്ട് ബ്ലഡിനകത്ത് ഇനഫ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ലെവലിൽ T4ഉം T3യും കാണും. ഇനി ഈ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ അത് വേസ്റ്റ് ഓഫ് എനർജിയാണ്. അപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് T4ഉം T3യും തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കിന് ആ T4ൻ്റെയും T3യുടെയും ലെവല് ഇൻഹിബിറ്ററി ഫീഡ്ബാക്ക് മെക്കാനിസം ഹൈപ്പോതലാമസിലേക്കും ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്കും ഒക്കെ കൊടുക്കും. അതായത് ഹൈപ്പോതലാമസ് അപ്പോൾ TRHൻ്റെ റിലീസ് സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി TSHൻ്റെ റിലീസ് സ്റ്റോപ്പ് ചെയ്യും. ഹൈപ്പോതൈറോയിഡിസം ഒക്കെ ഉള്ള ഒരു ഇൻഡിവിജ്വലിനകത്ത് സാധാരണ രീതിയിൽ ക്ലിനിക്കലായിട്ട് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് TSH ടെസ്റ്റാണ്. അതായത് ബ്ലഡിനകത്തുള്ള TSHൻ്റെ എമൗണ്ട് ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ എമൗണ്ട് TSH ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാളുടെ തൈറോയിഡ് ഗ്ലാൻഡ് നോർമലായിട്ട് വർക്ക് ചെയ്യുന്നില്ല. TSH കൂടുതൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് T4ഉം T3യും വളരെ കുറച്ച് മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴിയാണ് ആ പർട്ടിക്കുലർ ടെസ്റ്റിനെ നമ്മൾ ക്ലിനിക്കലി ഇൻഫെയർ ചെയ്യേണ്ടത്. അതായത് അവിടെ ഇപ്പോൾ സാധാരണ രീതിയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കേസാണ് തൈറോയിഡ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിൽ ചെല്ലുമ്പോഴേക്കിന് അവർ ചെയ്യുന്നത് ബ്ലഡിനകത്തുള്ള TSHൻ്റെ ലെവലാണ് അനലൈസ് ചെയ്യുന്നത്. TSH കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം തൈറോയിഡ് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. TSH നോർമലായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, TSHൻ്റെ എമൗണ്ട് നോർമൽ റേഞ്ചിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് റിലീസ്ഡ് ആകുന്ന T4ഉം T3യും സഫീഷ്യൻ്റ് ആയിട്ട് ബ്ലഡിൽ ഉണ്ട്. ഇതാണ് ഇൻഹിബിറ്ററി ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെഷനിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തേത് മോഡ് ഓഫ് ആക്ഷൻ ഓഫ് ഹോർമോൺസ്, ലിപ്പോഫിലിക് ഹോർമോൺസ് ആൻഡ് ലിപ്പോഫോബിക് ഹോർമോൺസ്. ദെൻ regulation of the production of hormones.